Hello friends, welcome to Earnest Academy. PSC ഫെബ്രുവരി മാസത്തിലെ കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ ഏതൊക്കെ എക്സാമുകളാണ് ഈ ഫെബ്രുവരി മന്ത് 2023 ഫെബ്രുവരിയിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വന്നേക്കുന്ന പോസ്റ്റ് പമ്പ് ഓപ്പറേറ്റർ ആണ്. മ്യൂസിയംസ് ആൻഡ് സ്റ്റൂവില് പമ്പ് ഓപ്പറേറ്ററിന്റെ പോസ്റ്റ് ആണ് ഫസ്റ്റ് വന്നേക്കുന്നത്. 100 മാർക്കാണ്, 1.5 മണിക്കൂർ. ഇംഗ്ലീഷിലാണ് എക്സാം വിളിച്ചേക്കുന്നത്. ഡേറ്റ് ഫെബ്രുവരി 2-നാണ്, വ്യാഴാഴ്ച ഫെബ്രുവരി 2-നാണ്. 8399 കാൻഡിഡേറ്റ്സ് മാത്രമാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 490/2020. നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡ് നവംബർ 23 തൊട്ട് കൺഫർമേഷൻ നവംബർ 23 തൊട്ട് ഡിസംബർ 12 വരെ നമുക്ക് ചെയ്യാം. നമ്മുടെ അഡ്മിറ്റ് കാർഡ് 19/1/2000 ജാനുവരി 19 തൊട്ടാണ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇത്തവണ ഈ 23 തൊട്ട് ഡിസംബർ 12 വരെ എല്ലാവരും കൺഫർമേഷൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം വളരെ കുറച്ച് പേര് മാത്രമാണ്, 8400 പേര് മാത്രം അപ്ലൈ ചെയ്തൊരു പോസ്റ്റാണ്. ഒന്ന് പ്രിപ്പയർ ചെയ്താൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നൊരു പോസ്റ്റാണ്. സോ നമുക്ക് ഇതിൻ്റെ സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കാം. സിലബസ് എടുക്കാൻ അറിയില്ലാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ PSC ഹോം എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് ഉണ്ട്. PSC തുളസിയല്ല, PSC ഹോം എന്നൊരു സൈറ്റ് ഉണ്ട്. സൈറ്റിലാണ് ഇതുപോലെ ഡൗൺലോഡ്സ്, എക്സാം ഷെഡ്യൂളിലാണ് നമ്മുടെ ഈ PDF കിട്ടുന്നത്. ഇനി ഈ PDF നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് താഴെ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം കലണ്ടർ ടെലഗ്രാം ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ ഇനി ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ PDF കയറിയാൽ കണ്ടില്ലേ, ഇവിടെ ഫോർ ഡീറ്റെയിൽഡ് സിലബസ് ക്ലിക്ക് ഹിയർ, അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കുള്ള എക്സാമിൻ്റെ സിലബസ് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ സിലബസ് കാര്യമായിട്ട് പറയുന്നില്ല. നമുക്ക് 10 മൊഡ്യൂളാണ്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 10 മൊഡ്യൂളാണ്. ആദ്യത്തെ മൊഡ്യൂൾ വർക്ക്ഷോപ്പ് സേഫ്റ്റി ആൻഡ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് 8 മാർക്കിന്. ദെൻ വർക്ക്ഷോപ്പ് ടൂൾസ് എക്യുപ്മെന്റ്സ് ആൻഡ് എഞ്ചിനീയറിംഗ് മെഷർമെന്റ് 8 മാർക്കിന്. ബേസിക് ഇലക്ട്രിക്കൽ 12 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ബേസിക് ഇലക്ട്രോണിക്സും ബാറ്ററിയും കൂടെ 8 മാർക്കിന്. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് 10 മാർക്കിനുണ്ട്. IC എഞ്ചിൻ ആൻഡ് എഞ്ചിൻ കമ്പോണൻസ് 16 മാർക്കിന്. കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ 10 മാർക്കിന്. ഇൻടേക്ക് എക്സോസ്റ്റ് ഫ്യൂവൽ സിസ്റ്റംസ് 10 മാർക്കിന്. ട്രാൻസ്മിഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റംസ് 10 മാർക്കിന്. ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സിസ്റ്റംസ് ആക്സസറീസ് എല്ലാം കൂടെ 8 മാർക്കിന്. കുറച്ചൊരു ഓട്ടോമൊബൈൽ സൈഡിലും പിന്നെ ബേസിക് ഇലക്ട്രോണിക്സും ഇലക്ട്രിക്കലും ഇത്രയാണ് സിലബസിൽ വരുന്നത്. പിന്നെ NDC ലെവലിലെ എല്ലാ പോസ്റ്റുകൾക്കും തന്നെ നമ്മുടെ വർക്ക്ഷോപ്പ് സേഫ്റ്റി ആൻഡ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുമാണ്. ദെൻ നമുക്ക് രണ്ടാമത്തെ പോസ്റ്റ് വിളിച്ചേക്കുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് 2 അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഗ്രേഡ് 2 ആണ്. കേരള സ്റ്റേറ്റ് ബാംബു കോർപ്പറേഷൻ ലിമിറ്റഡിലാണ് വിളിച്ചേക്കുന്നത്. ഇത് കുറേ ഈക്വലൻസി കുറേ പേർക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെ സിലബസ് വന്നപ്പോഴും അതുപോലെ തന്നെയാണ് വന്നേക്കുന്നത്. 4 സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് വന്നേക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഇംഗ്ലീഷിൽ തന്നെയാണ് എക്സാം. 253/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. 15691 പേര് അപ്ലൈ ചെയ്തിട്ടുള്ളൊരു പോസ്റ്റാണ്. ഇതിന്റെ കൺഫർമേഷനും 23 തൊട്ട് ഡിസംബർ 12 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നത്. എക്സാമിന്റെ അഡ്മിറ്റ് കാർഡ് 20-ാം തീയതി തൊട്ട് ജാനുവരി 20 തൊട്ട് കിട്ടും. എക്സാം ഡേറ്റ് പറയാൻ മറന്നുപോയി. ഫെബ്രുവരി 3-നാണ് എക്സാം വിളിച്ചേക്കുന്നത്. സിലബസ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഡീറ്റെയിൽ സിലബസ് വേണ്ടവർ നോക്കുക. എങ്കിലും NTC മെക്കാനിക്കലിന് 25 മാർക്ക്, NTC ഇലക്ട്രിക്കലിന് 25 മാർക്ക്, NTC ഫിറ്ററിന് 25 മാർക്ക്, ബോയിലർ അറ്റൻഡർ സർട്ടിഫിക്കറ്റിന്റെ അതിന്റെ സെക്കൻഡ് ക്ലാസ് ഉള്ളവർക്ക് അതിന്റെ ആ ടോപ്പിക്കുകളിൽ നിന്ന് 25 മാർക്ക്. അങ്ങനെ 1/4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 സബ്ജക്റ്റുകളിൽ നിന്നാണ് എക്സാം. ഈക്വലി ഡിവൈഡഡ് ആണ്. സോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ എല്ലാ സബ്ജക്റ്റുകളിലും പഠിക്കേണ്ടതായിട്ട് വരും. ദെൻ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. വളരെ റെപ്യൂട്ടഡ് ആയിട്ട് സോർട്ട് ആഫ്റ്റർ ആയിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പിടിയുള്ള പോസ്റ്റാണ് അസിസ്റ്റന്റ് പ്രൊഫസർ കെമിക്കൽ എഞ്ചിനീയറിംഗ്. എക്സാം എന്നാണ് 9-ാം തീയതിയാണ്, ഫെബ്രുവരി 9-നാണ് എക്സാം വിളിച്ചേക്കുന്നത്. കാറ്റഗറി നമ്പർ 721/2021 ആണ്. വെറും 399 400 പേര് മാത്രം അപ്ലൈ ചെയ്തൊരു പോസ്റ്റാണ്. സോ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? ഈ 400 പേരിൽ ഒന്നാമതായാൽ മതി കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ളൊരു വളരെ കുറഞ്ഞ കോമ്പറ്റീഷൻ ഉള്ള ഒരു പോസ്റ്റാണ്. സോ പ്രിപ്പയർ വെൽ, എനിക്കതേ പറയാനുള്ളൂ. കൺഫർമേഷൻ ഡേറ്റ് സെയിം ആണ്. 23 നവംബർ തൊട്ട് ഡിസംബർ 12 വരെയാണ്. എക്സാമിന്റെ
അഡ്മിറ്റ് കാർഡ് 25 ജാനുവരി 25 തൊട്ടായിരിക്കും നിങ്ങൾക്ക് പ്രൊഫൈല് അവൈലബിൾ ആവുക. ദെൻ നമുക്ക് സിലബസ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മൊഡ്യൂൾ 1 ബേസിക്സ് ആണ്. ബേസിക്സിൽ 15 മാർക്ക് ഉള്ളതിൽ മാത്സ് മാത്രമാണ് ചോദിച്ചേക്കുന്നത്, വേറെ ഒന്നും തന്നെ ബേസിക്സ് ചോദിച്ചിട്ടില്ല. അപ്പൊ ഇത് കെമിക്കൽ എഞ്ചിനീയറിംഗുകാർ മാത്രമല്ല, ഇനി വരാനുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകൾക്ക് എല്ലാവർക്കും തന്നെ ഒന്ന് നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ്. കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ പുതിയ സിലബസ് വന്നപ്പോൾ ബേസിക്സിലും മാത്സ് മാത്രമാണ്. ദെൻ ബാക്കി 85 മാർക്കും കോർ സബ്ജക്റ്റുകളാണ്. മൊഡ്യൂൾ 2 പ്രോസസ് കാൽക്കുലേഷനും കെമിക്കൽ എഞ്ചിനീയറിംഗ് തെർമോഡൈനാമിക്സൂടെ 15 മാർക്ക്. മൊഡ്യൂൾ 3 ഫ്ലൂയിഡ് ആൻഡ് പാർട്ടിക്കിൾ മെക്കാനിക്സും ഹീറ്റ് ട്രാൻസ്ഫറൂടെ 15 മാർക്ക്. മൊഡ്യൂൾ 4 മാസ് ട്രാൻസ്ഫറും മെക്കാനിക്കൽ ഓപ്പറേഷനൂടെ 15 മാർക്ക്. മൊഡ്യൂൾ 5 കെമിക്കൽ റിയാക്ഷനും പ്രോസസ് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോളൂടെ 15 മാർക്ക്. മൊഡ്യൂൾ 6 പ്രോസസ് ഡിസൈനും എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗൂടെ 15 മാർക്ക്. മൊഡ്യൂൾ 7 കെമിക്കൽ പ്രോസസ് ഇൻഡസ്ട്രീസ് 10 മാർക്ക്. ഇങ്ങനെയാണ് എക്സാമിന് മാർക്ക് ഡിവൈഡ് ആയിട്ടുള്ളത്. അപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറുടെ എക്സാം ആദ്യത്തേത് വന്നേക്കാണ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വന്നേക്കുന്നത്. സോ ഇതിന്റെ ഒരു ട്രെൻഡ് സ്വീകരിച്ച് ബാക്കിയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളും എത്രയും പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട്. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം നോക്കിക്കേ, ബേസിക്സിന് ഇമ്പോർട്ടൻസ് അപ്പോൾ നമുക്ക് കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ എപ്പോഴും നമ്മുടെ കോർ സ്ട്രെങ്ത് ചെയ്ത് വെക്കുക. നമ്മുടെ കോർ സബ്ജക്റ്റുകളിൽ നമ്മൾ പുലികളായിരിക്കണം. എല്ലാ കോറ് നല്ല പോലെ കൃത്യമായി പഠിക്കുക. അത് നിങ്ങളുടെ പോളി ലെക്ചർ എക്സാമിനുകൾക്കും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ഇതെല്ലാം ഒരുമിച്ച് വിളിച്ചിട്ടുണ്ട് അല്ലേ, ഇപ്പൊ എല്ലാം വിളിച്ച ഒരു സമയമാണ്. സോ കോറ് എപ്പോഴും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ദെൻ എക്സാം വരുമ്പോൾ സിലബസ് അനുസരിച്ച് നമുക്ക് ബേസിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾ ബേസിക്സ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങൾ ചെയ്യുകയാണെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ എന്താണ്, മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒബ്വിയസ്ലി ഏത് എക്സാം ആണെങ്കിലും മാത്സ് ചോദിച്ചിരിക്കും. അസിസ്റ്റന്റ് പ്രൊഫസറുടെ എക്സാം ആണോ, മാത്സ് ഉണ്ടായിരിക്കും. സോ മാത്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ദെൻ നിങ്ങളുടെ കോറ് പോവുക. പിന്നെ ബേസിക്സ് വരുമോ ഇല്ലയോ എന്ന് തീരുമാനിച്ചതിന് ശേഷം പഠിച്ചാൽ മതി. അല്ല നിങ്ങൾ ഓൾറെഡി ബാക്കി എല്ലാം പ്രിപ്പയർ ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ് എങ്കിൽ ബേസിക്സ് ബാക്കി സബ്ജക്റ്റുകൾ പഠിച്ചോളൂ. ബട്ട് അല്ലാണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവരെല്ലാം തന്നെ നമ്മുടെ ബേസിക്സിൽ മാത്സിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബാക്കി കോർ സബ്ജക്റ്റുകൾ ആദ്യം തന്നെ ക്ലിയർ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഏണസ്റ്റ് അക്കാദമിയുടെ അസിസ്റ്റന്റ് പ്രൊഫസർ കോച്ചിങ്ങുകൾ ഓൾറെഡി ഓൺഗോയിങ് ആണ്. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി. ദെൻ നമുക്ക് നെക്സ്റ്റ് പോസ്റ്റിലേക്ക് പോകാം. സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, KSIBയുടെ സബ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വളരെ വേക്കൻസി ഉള്ളൊരു പോസ്റ്റ്, വളരെ കാത്തിരുന്ന ഒരു പോസ്റ്റ്, വളരെ നല്ലൊരു പോസ്റ്റ്. എക്സാം വിളിച്ചേക്കുന്നത് ഫെബ്രുവരി 10 553/2021 ആയിരുന്നു കാറ്റഗറി നമ്പർ. 43,800 754 അപ്പൊ 43,800 പേര് അപ്ലൈ ചെയ്തൊരു പോസ്റ്റ് ആണ്. ഡിപ്ലോമ ലെവലായിരുന്നു, ഇലക്ട്രിക്കലിലെ ഡിപ്ലോമ ആയിരുന്നു ക്വാളിഫിക്കേഷൻ പറഞ്ഞത്. 1.5 മണിക്കൂറാണ് ടൈം, ഇംഗ്ലീഷിലാണ്. കൺഫർമേഷൻ കൊടുക്കേണ്ട ഡേറ്റ് സെയിം ആണ്. എക്സാം അഡ്മിറ്റ് കാർഡ് വരാനുള്ള ഡേറ്റ് ജാനുവരി 27 മുതൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫെബ്രുവരി 10 എക്സാം. സിലബസ് വളരെ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഒരു 10% ഒരു ചേഞ്ച് ലാസ്റ്റ് KSEB സബ് എഞ്ചിനീയറുടെ സിലബസിൽ നിന്ന് വന്നിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഒറ്റ നോട്ടത്തില് സിലബസിന്റെ കൂടുതൽ ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉടൻ തന്നെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ ഉടൻ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മുടെ സിലബസ് ഡിസ്കഷൻസും വെബിനാറും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ 6 മൊഡ്യൂളാണ്. ഇതുവരെ നമ്മൾ 10 മൊഡ്യൂളാണ് കണ്ടതെങ്കിൽ ഇവിടെ 6 മൊഡ്യൂൾ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്, രണ്ടാമത്തെ മൊഡ്യൂൾ 20 മാർക്കാണ്, മൂന്നാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്, നാലാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്, അഞ്ചാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്, ആറാമത്തെ മൊഡ്യൂൾ 16 മാർക്ക്. ഇങ്ങനെ 6 മൊഡ്യൂളിൽ മാത്രമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തതിന്റെ കാര്യം. അത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിച്ചിട്ടാണ്. ദെൻ നമുക്ക് ലാസ്റ്റ് ഇത്തവണ വിളിച്ചേക്കുന്ന ലാസ്റ്റ് ടെക്നിക്കൽ പോസ്റ്റ് ആണ്. ട്രെയിനിങ് ഇൻസ്ട്രക്ടർ കാർപ്പൻറ്റർ ആണ് വിളിച്ചേക്കുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലാണ്. അത് 2 എണ്ണം വിളിച്ചിട്ടുണ്ട്. ഒന്ന് ബൈ ട്രാൻസ്ഫറും ഉണ്ട്, ഒന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റും ഉണ്ട്. ഫ്രഷേഴ്സിനും ട്രാൻസ്ഫർ എഴുതി കിട്ടാൻ താല്പര്യമുള്ളവർക്കും വേണ്ടി എംപ്ലോയീസിനും വേണ്ടി 2 ഉണ്ട്. പക്ഷെ എക്സാം ഒരുമിച്ചായിരിക്കും നടത്തുന്നത്. കാറ്റഗറി നമ്പർ 395 ആയിരുന്നു, ഇത് 396 ആണ്. ബൈ ട്രാൻസ്ഫറിൽ ആകെ 2 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അറ്റ് ദ സെയിം ടൈം കാർപ്പൻറ്ററിൽ നമ്മുടെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റിന് 5157 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. സിലബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എക്സാം ഡേറ്റ് 16 ആണ് കേട്ടോ. ഫെബ്രുവരി 16 തേഴ്സ്ഡേ ആണ് എക്സാം ഡേറ്റ് വരുന്നത്. നമുക്ക് അഡ്മിറ്റ് കാർഡ് ഫെബ്രുവരി 2 തൊട്ട് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.
സിലബസ് നോക്കിയാൽ സേഫ്റ്റി പ്രിക്കോഷൻസ്, ഹാർഡ് ടൂൾസ് ആൻഡ് ടിമ്പർ ഇതിന് 20 മാർക്ക്, ഫ്രെയിമിംഗ്, ഹൗസിംഗ്, ഡോവ്ടെയിൽ, ബ്രോഡനിങ് ആൻഡ് ലെങ്തനിങ് ജോയിൻസ് എല്ലാം കൂടെ 15 മാർക്ക്, സിമ്പിൾ ഫർണിച്ചർ മേക്കിങ്ങിന് 10 മാർക്ക്, വുഡ് കാർവിങ്ങിന് 2 മാർക്ക്, ദെൻ വുഡ് ഫിനിഷിങ്ങിന് 3 മാർക്ക്. ഇത് കൂടാണ്ട് അഡ്വാൻസ്ഡ് വുഡ് വർക്കിംഗ് മെഷീന് 15 മാർക്കുണ്ട്, പാറ്റേൺ മേക്കിങ്ങിന് 5 മാർക്ക്, ബേസിക് ഫിറ്റിങ്ങിന് 5 മാർക്ക്, ഷീറ്റ് മെറ്റൽ 5 മാർക്ക്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വുഡ്, അലൂമിനിയം, PVC ഏതൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ, അത് 20 മാർക്ക്. ഇത്രയാണ് അപ്പോൾ നമ്മുടെ ഈ ഫെബ്രുവരിയിൽ ടെക്നിക്കൽ സൈഡിൽ നടക്കാൻ പോകുന്ന എക്സാമുകൾ. കൂടുതൽ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ സിലബസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ PSC സൈറ്റിൽ തന്നെ പോയി ചെക്ക് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നല്ല എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. സോ നെക്സ്റ്റ് കലണ്ടർ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഏണസ്റ്റ് അക്കാദമിയിൽ ഇതിൻ്റെ ഇത്തരത്തിലുള്ള ടെക്നിക്കൽ സൈഡിലോട്ടുള്ള എക്സാമുകളുടെ എല്ലാം കോച്ചിങ് ഓൺഗോയിങ് ആണ്. ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കൂടാണ്ട് നമ്മൾ ഫ്രീ ടെസ്റ്റ് സീരീസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ ആപ്സ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. താങ്ക്